ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ക്രിസ്മസ് പർച്ചേസിന് വേണ്ടിയിട്ട് ബ്രോഡ്വേയിൽ പോകുന്നതാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ക്രിസ്മസിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് മെമ്മറീസ് ഒക്കെ വരുന്ന ഒരു അടിപൊളി ഫെസ്റ്റിവലാണ് ക്രിസ്മസ്. എന്നെ സംബന്ധിച്ച് എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടമുള്ളതും ക്രിസ്മസ് ആണ്. സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ചിട്ടിരുന്ന സമയത്ത് ക്രിസ്മസിൻ്റെ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് ക്രിസ്മസ് ഫ്രണ്ട് ആട്ടോ. നമ്മുടെ ക്ലാസ്സിലെല്ലാവരുടെയും പേരൊക്കെ ഇട്ട് ഒരു ക്രിസ്മസ് ഫ്രണ്ടിനെ കണ്ടുപിടിക്കുക, എന്നിട്ട് അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്രിസ്മസ് ഫ്രണ്ടിൻ്റെ ആ ഒരു പരിപാടി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയായിരുന്നു ക്രിസ്മസിന്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാം തുടങ്ങിയ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നത്. അപ്പം ഞങ്ങൾ ഓർത്ത് ഈ പ്രാവശ്യം നമുക്കും അതുപോലെ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളും പിന്നെ ട്രീയിലിടാനുള്ള സാധനമൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മെയിൻലി ബ്രോഡ്വേയിലേക്ക് വന്നേക്കുന്നത്. ഈ ഒരു സ്ട്രീറ്റിൽ ഫുള്ള് ക്രിസ്മസിൻ്റെ ഐറ്റംസ് മാത്രമുള്ള ഷോപ്സാണ്. ഞാൻ ഈ ഒരു കണ്ണാടി മേടിച്ചു കേട്ടോ. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മറ്റേ ക്രിസ്മസ് പാപ്പയുടെ 2 ഫേസൊക്കെ വരുന്ന നല്ലൊരു അടിപൊളി കണ്ണാടിയായിരുന്നു. 50 രൂപ എന്തോ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഞാനതൊരെണ്ണം മേടിച്ച് ഒരുപാട് ആസ്വദിച്ച് കുറച്ച് സമയമൊക്കെ എടുത്തിട്ട് വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്താട്ടോ ഞങ്ങൾ പോയത്. എൻ്റെ പൊന്നോ, എന്ത് തിരക്കാണോ! സത്യം പറഞ്ഞ ഒരു ശ്വാസം വിടാൻ പോലും പറ്റുന്ന ഒരു അവസ്ഥയല്ലായിരുന്നു. അതുപോലെ തിരക്ക്, എന്ത് തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക്. നമുക്കൊരു കടയിൽ ഒരു സാധനം മറ്റിങ്ങനെ നോക്കിയെടുക്കാനുള്ള സമയമോ അല്ലെങ്കിൽ ഒന്ന് ആ ഗ്യാപ്പിലോട്ടൊന്ന് കയറാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. അതുപോലെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ കൂടി നോക്കുമ്പോൾ കാണാം എന്തുമാത്രം ആൾക്കാരാണ് ക്രിസ്മസിൻ്റെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നേക്കുന്നതായിട്ട്. എല്ലാ കടയിലും തിരക്കായതുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ തിരക്ക് കുറയുമെന്ന് ഓർത്ത് ആദ്യത്തെ കടയിൽ നിന്ന് 2-3 തൊപ്പിയും മറ്റേ കണ്ണാടി അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഈ ഒരു ഷോപ്പിൽ കയറിയിട്ട് ഇവിടെ കൂടുതലും ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ചെയ്തിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര വിലയായിരുന്നു. മീൻസ് 2000-3000 രൂപയ്ക്കായിരുന്നു. അപ്പോൾ നമ്മൾ അത്രയും വില കൊടുത്ത് സാധനങ്ങൾ മേടിക്കേണ്ട ആവശ്യം ഞങ്ങൾക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് കാര്യമായിട്ടൊന്നും മേടിച്ചില്ല. ഒരു 50 രൂപയുടെ ഒരു കുഞ്ഞ് ട്രീ അവിടെ നിന്ന് മേടിച്ചുള്ളൂ. വേറെ ഒന്നും അവിടെ നിന്ന് മേടിച്ചില്ലായിരുന്നു. ഇവിടെ വന്ന് കഴിയുമ്പോൾ ഫുൾ കൺഫ്യൂസ്ഡ് ആവണ്ടല്ലോ എന്ന് ഓർത്ത് ഞങ്ങൾ എന്തൊക്കെ മേടിക്കണം എന്നുള്ള കാര്യങ്ങൾ ഓൾറെഡി ഒരു ലിസ്റ്റ് പോലെയൊക്കെ തയ്യാറാക്കിയാണ് ഞങ്ങൾ വന്നത്. നമുക്കിപ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ടത് നമുക്ക് ട്രീ ഉണ്ടാക്കാനായിട്ടുള്ളതും പിന്നെ ട്രീയിലിടാനുള്ള ഐറ്റംസ് പിന്നെ കുറച്ച് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളൂ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത്. പിന്നെ പപ്പ ഞങ്ങളുടെ അടുത്ത് കുറച്ച് മറ്റേ വയറ് മേടിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് മെയിനായിട്ടും മേടിക്കാനായിട്ടുള്ളത്. കണ്ണ് ചിമ്മാണ്ട് നോക്കി നടക്കാന്നൊക്കെ പറയത്തില്ല, അതുപോലെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ കണ്ണെടുക്കാണ്ട് ഫുൾ എല്ലാ കടയിലേക്കും ഇങ്ങനെ നോക്കിക്കൊണ്ടാട്ടോ നടന്നത്. ഈ ഒരു കടയിൽ നിന്ന് നമുക്ക് അത്യാവശ്യം വേണ്ട ലൈറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് മേടിച്ചു. ട്രീയിലിടാനായിട്ടുള്ള ലൈറ്റും പിന്നെ പുൽക്കൂടിൻ്റെ പൊക്കത്തിലിടാനായിട്ടുള്ള ലൈറ്റും മാത്രമേ ആവശ്യമുണ്ടായിരുന്നു. ബാക്കിയുള്ള ലൈറ്റും നമ്മുടെ വീട്ടിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്രയും ലൈറ്റിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. ഈ കടയിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ലൈറ്റൊക്കെ കണ്ടിട്ടുണ്ട്. ഈ ലവ് ഷേപ്പിലുള്ള ലൈറ്റ്, സ്റ്റാർസിൻ്റെ ലൈറ്റ്. എനിക്ക് ഈ ബ്ലൂ ലൈറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു. അത് അടുത്ത് കാണാനായിട്ട് ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. ചേട്ടായുടെ കയ്യിലിരിക്കുന്ന ആ ഒരു ലൈറ്റാട്ടോ നമ്മൾ ട്രീയുടെ അകത്ത് ഇടാൻ വേണ്ടിയിട്ട് മേടിച്ചത്. പിന്നെ മറ്റേ യെല്ലോ കളറുള്ള ആ പൊക്കത്തിൽ തൂങ്ങി കിടക്കുന്ന ലൈറ്റ് നമ്മൾ പുൽക്കൂടിൻ്റെ പൊക്കത്തിലിടാനും മേടിച്ചു. കുറേ കടയിൽ തപ്പിയിട്ട് നമുക്ക് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാനായിട്ടുള്ള ആ ഒരു പച്ച കളറിലെ തോരണം കിട്ടിയില്ല, ആ ഒരു കളറിൽ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ എല്ലാ ഷോപ്സിലും അവർ പറയുന്നത് എല്ലാം നേരത്തെ എല്ലാവരും മേടിച്ചുകൊണ്ട് പോയി. എനിക്ക് തോന്നുന്നു അപ്പോൾ എല്ലാവരും ഈ പ്രാവശ്യം ആ ഒരു ട്രീ ഉണ്ടാക്കി നോക്കാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു. നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ കിട്ടി കേട്ടോ. ആ കറക്റ്റ് പച്ച കളർ കിട്ടിയില്ലെങ്കിലും വേറൊരു പച്ച കളർ വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് കുറച്ച് മേടിച്ചു. ഈ നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടി നടന്നപ്പോൾ എനിക്ക് വേറെ ഏതോ ഒരു ലോകത്ത് പോയൊരു ഫീലായിരുന്നു. അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ പർച്ചേസ് ചെയ്ത് നമ്മളൊരു 7 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഇതിൻ്റെ അകത്തു നിന്ന് പുറത്ത് കടന്നപ്പോഴത്തേക്കും. അപ്പോൾ ഞാൻ ഇന്ന് മേടിച്ച സാധനങ്ങളും ഒക്കെ കൂട്ടി ഞാൻ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തേക്കാം. അപ്പോൾ എൻ്റെ കുട്ടി വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.